ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിൻ്റെ പുസ്തകത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ യോബിനോട് പറയുന്നതായൊരു വാചകം നമുക്ക് കാണുവാൻ കഴിയും. നിന്റെ ആദ്യസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതിയോ അതിമഹത്തായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നതായൊരു വേദഭാഗം നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിച്ചുണർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നാം എത്രത്തോളം ഏതനുഭവത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ കണ്ടുണരുവാൻ സഹായിക്കുന്നതായ ഒരു വേദഭാഗമാണ് യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ജീവിതത്തിൻ്റെ ആരംഭഭാഗം അഥവാ പൂർവസ്ഥിതി അത് അല്പമായി തോന്നുമെന്ന് നാം ഉണരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സന്തോഷവും ധൈര്യവും എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കാൻ ഇടയാകുമെന്ന് നാം ഉണരുവാനിടയാകുന്നു. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു ജീവിത യാത്രയാണ്. ഒരു നാൾ കൊണ്ടോ പല നാൾ കൊണ്ടോ അവസാനിക്കുന്നതല്ലാത്ത ഒരു ജീവിതയാത്ര. ആ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുന്നവരായി തീരുമ്പോഴാണ് നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ മക്കളായിരുന്ന നാം ദൈവമക്കളായി തീരുവാൻ നമുക്കിടയാകുന്ന അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവമക്കളായി തീരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുവാൻ ഇടയാകുന്നത്. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, അഥവാ നമ്മുടെ പൂർവ്വസ്ഥിതിയെ, മുൻകാലത്ത് നാം ആയിരുന്ന അനുഭവത്തെ നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ആ അനുഭവത്തെ നാം ഉണർന്നിട്ട് വേണം നമ്മുടെ ജീവിതം അന്ത്യസ്ഥിതി എത്രത്തോളം അതിമഹത്തായിരിക്കണമെന്നുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചനുഭവിപ്പാൻ നമുക്കിടയാകേണ്ടത്. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നാളുകളെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം ലോകത്തിൽ ദൈവമില്ലാത്തവരും ക്രിസ്തുവിനോട് അന്യരുമായി ദൈവികമായ അനുഭവങ്ങളൊന്നും പ്രാപിക്കാൻ കഴിവില്ലാത്തവരായി വാഗ്ദത്തങ്ങളൊക്കെയും നമുക്ക് അന്യമായി ജീവിച്ചതായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അവിടെ വ്യക്തമായി പറയുന്നു, നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ക്രിസ്തുവിനോട് അന്യരായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരായി ലോകത്തിൽ ദൈവമില്ലാത്തവരായി കാണപ്പെട്ടു എന്നാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് നമ്മുടെ വചനം പറയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യാശയില്ലാതെ, ലോകത്തിൽ ദൈവമില്ലാതെ, ദൈവമല്ലാത്തവരെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ അറിയാത്തവരായി ഈ ലോക ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള സ്വർഗീയ പ്രത്യാശയില്ലാത്തവരായി ജീവിച്ച ഒരു കാലഘട്ടത്തെയാണ് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നത്. നാം പ്രത്യാശ ഇല്ലാത്ത ശേഷം മനുഷ്യരെ പോലെ ജീവിച്ച ഒരു അനുഭവമാണ് നമുക്ക് ഉണരുവാനിടയാകുന്നത്. ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരെന്ന് ഈ ഭാഗത്ത് നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അനുഭവം പറയുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത ശേഷം മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് എന്നൊരു വാക്യം നാം കാണുവാനിടയാകുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, അവിടെ ഈ വേദഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് അവർ ദുഃഖിക്കുവാനിടയാകുന്ന അനുഭവമാണ്. അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ദുഃഖവും നെടുവീർപ്പും നിരാശയും ഒക്കെ ഉള്ളവരായി അവർ ജീവിപ്പാൻ ഇടയാകുന്ന അനുഭവമാണ്. അക്ഷരീകമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മറ്റ് സഹായമറ്റ ജീവിതാനുഭവങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ മാത്രമല്ല നാം ദുഃഖിതരെന്ന് ഉണരുവാൻ ഇടയാകുന്നത്. നാം പ്രത്യാശയില്ലാത്തവരായി ദൈവരാജ്യത്തിൽ പോയി ചേരുവാൻ കഴിയുമെന്നുള്ള സന്തോഷവും ആശ്വാസവും ഇല്ലാത്തവരായി, മറ്റൊരു നിലയിൽ
നാം നരകയോഗ്യരാകയാൽ ആ നരകഭീതിയോടെ അല്ലെങ്കിൽ ജീവപര്യന്തം മരണഭീതിയിൽ ജീവിക്കുന്ന ഒരനുഭവമാണ് നമ്മുടെ ആ ജീവിതകാലത്തെക്കുറിച്ച് നമുക്ക് ഉണരുവാനിടയാകുന്നത്. ഇബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും കർത്താവ് വിടുവിച്ചു എന്നവിടെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിടുതൽ ഉണ്ടായത് നമ്മുടെ മരണഭീതിയിൽ നിന്നാണ്. ഈ മരണഭീതിയാണ് നമ്മെ നിലവിളിക്കുന്നവരാക്കി തീർക്കുവാൻ ഇടയാകുന്നത്. നമ്മുടെ ജീവിതം അരിഷ്ടാവസ്ഥയിലാണെന്ന് ഉണർന്നുകൊണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട്, നരകത്തിന് യോഗ്യമായൊരു ജീവിതമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അരിഷ്ടരായി ജീവിച്ച്, ലോകത്തിൽ നാം അരിഷ്ടരായി ജീവിച്ച് നാം നിലവിളിക്കുന്നവരായി തീരുവാനിടയാകുന്ന, ദുഃഖിക്കുന്നവരായി തീരുവാനിടയാകുന്ന അനുഭവം, അവിടെ നിന്നാണ് നമ്മെ കർത്താവ് ഈ ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായത്. അങ്ങനെ ഈ ദൈവിക അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുക്കുന്നു. ആകയാൽ നാം കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകുന്നു. അതുവരെയും നാം പാപത്തിന് അടിമപ്പെട്ട് പിശാചിൻ്റെ മക്കളായി ജീവിച്ച അനുഭവത്തിൽ നിന്ന് നരകയോഗ്യരാണെന്നുണർന്ന് മരണഭീതിയോടെ ജീവിച്ചവരായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചിട്ട് നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ ഇടയാകുന്നു. ദൈവമക്കൾ എന്നുള്ളതായ ആ ഒരു ശ്രേഷ്ഠമേറിയ ഉന്നതമായ ഒരു പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയാകയാണ്. നാം ഇന്ന് ആ പദവിയുടെ ശ്രേഷ്ഠത ഉണരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുൻകാലങ്ങളിൽ ഒരു രാജകുടുംബത്തിൽ രാജകുമാരനായി ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്തായിരുന്നു എന്ന് മുൻകാല അനുഭവങ്ങളുള്ള പഴയ ആൾക്കാർക്ക്, പ്രായമുള്ളവർക്ക് മനസ്സിലാകും. ഇക്കാലത്ത് നമുക്കുണരുവാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളായി ജനിക്കുന്നവർ, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആ നിലയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നവരുടെ മക്കളായി ജനിക്കുന്ന അല്ലെങ്കിൽ മക്കളായി ജീവിക്കുന്നവരുടെ വിശേഷത, ശ്രേഷ്ഠത എത്രത്തോളം വിശേഷപ്പെട്ടതാണെന്ന് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ അതിലപ്പുറമായി സർവശക്തനായ, അത്യുന്നതനായ, സകലത്തിനും ഉടയവനായ, സകലത്തിനും കാരണഭൂതനായ, അതിമഹത്വമായ അനുഭവമുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്കിടയാകുന്ന അനുഭവം, അത് ദൈവമക്കളെ വളരെ വിശേഷപ്പെട്ട ഒരനുഭവമാണത്. ശ്രേഷ്ഠമായ ഒരനുഭവമാണ്. നമുക്കതിൻ്റെ വില അറിയാമോ? അറിഞ്ഞുകൂടാ. എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതായ ഒരു കഥ, അല്ല സംഭവം എന്നെ എപ്പോഴും ചിന്തിക്കുന്ന ഒരനുഭവമാണ്. ചാൾസ് രാജകുമാരൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ രാജകുമാരനായി ജനിച്ച് വളർത്തപ്പെടുമ്പോൾ താൻ ചെറു പൈതലായിരിക്കുന്ന സമയത്ത് തന്നെ കളിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു മിലിറ്ററി ഓഫീസർ തന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി താൻ അവിടെ കളിപ്പാനിടയായി. കളിച്ച ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് പോകുവാൻ നേരത്ത് ഈ മിലിറ്ററി ഓഫീസർ തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് ആ പൈതലിൻ്റെ നേരെ ഒരു ചോക്ലേറ്റ് നീട്ടുവാനിടയായി. നല്ല മനോഹരമായ വിലയേറിയ നല്ലൊരു ചോക്ലേറ്റാണ്. ആ ചോക്ലേറ്റ് ഈ പൈതൽ കണ്ടപ്പോൾ തൻ്റെ ആ ബാലിശ്യമായ അനുഭവത്തിൽ സന്തോഷത്തോടെ കൈനീട്ടി വാങ്ങി താൻ താങ്ക്സ് പറഞ്ഞ് വാങ്ങുവാനിടയായി. താൻ കയ്യിൽ അത് വാങ്ങിച്ച ശേഷം ഒരു നിമിഷം നിന്നിട്ട് താൻ ആ ചോക്ലേറ്റ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് താൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണെന്നാണ് ഞാൻ അതിൽ വായിച്ചത്: ഞാൻ ബ്രിട്ടീഷ് രാജകുമാരനാണ്, വാങ്ങേണ്ടവനല്ല കൊടുക്കേണ്ടവനാണ്. താങ്ക്സ് എന്ന് പറഞ്ഞ ആ ചോക്ലേറ്റ് തിരിച്ചു കൊടുത്തു എന്നാണ്. കാലത്ത് നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥരായ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജകുമാരനായി ജനിച്ച ചാൾസ് രാജകുമാരന് ഒരു മിഠായി വാങ്ങുവാൻ പാടില്ല എന്നൊരു ചിന്ത. അത് താൻ വാങ്ങേണ്ടവനല്ല, താൻ പിന്നെയോ താൻ കൊടുക്കേണ്ടവനാണ്. ആ നിലയിൽ ഉന്നതനായ സ്ഥാനത്ത് ആയിരിക്കുന്നവനാണ് താനെന്ന ഒരു ബോധ്യം ആ കുഞ്ഞു പൈതലിനുണ്ടായി എന്നാണ്. അതെന്നെ വളരെ ചിന്തിപ്പാനിടയായ സംഭവമാണ്. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിപ്പാൻ ഇടയാകണം. നമ്മെ ദൈവം കൊണ്ടുവന്നതായ ദൈവമക്കളെന്ന സ്ഥാനത്തിൻ്റെ
വില എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നാം ഇന്ന് ദൈവമക്കളായിരുന്നും ലോക മനുഷ്യരെ പോലെ, ലൗകികരെ പോലെ, ജഡികരെ പോലെ, പ്രാകൃതരെ പോലെ, അല്ലെങ്കിൽ നാം ദൈവമക്കളാണെന്ന നമ്മുടെ സ്ഥാനത്തിന്റെ വില അറിയാത്തവരായി, ഏതുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന വളരെ ദയനീയമായ ഒരു ജീവിതാനുഭവമാണ് ഇന്ന് അനേക ദൈവമക്കളുടെയും ജീവിതത്തിൽ. ഒരുപക്ഷെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ മുൻപാകെ നമുക്ക് വലിയ വിശേഷതയൊന്നും പറവാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നമുക്കറിയാം, ഒരു രാജകുമാരൻ രാജകുടുംബത്തിൽ ജനിച്ചാൽ അവൻ അതിൻ്റെതായ പരിചാരങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ, നിലയും വിലയും ഒക്കെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് നാം ദൈവമക്കളായി എന്ന് പറയുമ്പോൾ അത് നാം തന്നെ പറയുന്ന അനുഭവമാണെന്നുള്ളതല്ലാതെ ലോകം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, ലോകത്തിന് അതിന് വലിയ വിലയും പ്രാധാന്യവും ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് നാം അതിന് വലിയ മുഖ്യത്വം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ നാം നിസ്സാരരായ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് ഇന്ന് അനേകരും തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവമക്കളെ, നാം ഉണരണം. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ മാർഗമാണെന്ന് നമുക്കറിയാം. അതൊരു വിശ്വാസ മാർഗമാണെങ്കിൽ ആ വിശ്വാസ മാർഗത്തിൽ നാം പോയി നാം പ്രാപിപ്പാൻ പോകുന്ന നിത്യരക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷയാണെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നെങ്കിൽ നാം ഉണരേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താലാണ്, അഥവാ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളാണ് നാമെങ്കിൽ ആ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അന്ത്യമായ ആത്മരക്ഷ പ്രാപിപ്പാൻ നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമായി നാം ആഴത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഇന്ന് ദൈവ പൈതലാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഒരു നല്ല ബോധ്യതയോടെ നിശ്ചയത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു പറയുന്നു, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ്. ആർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടുമില്ല എന്നാണ്. പകരം യേശു പറയുന്ന ഒരു വാക്കുണ്ട് അതിനോട് ചേർത്ത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനല്ലാതെ മറ്റാരും അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുത്തവരും പിതാവിനെ അറിയുന്നു എന്ന് യേശു പറയുന്നുണ്ട്. അത് ദൈവമക്കളെ, നാം നമ്മുടെ പിതാവിനെ അറിയുന്നത് യേശുവിലൂടെയാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് കഴിയുമ്പോഴാണ് നാം ദൈവമക്കളായി തീരുവാൻ നമുക്കിടയാകുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം നിത്യതയ്ക്ക് യോഗ്യരാകത്തക്കവണ്ണം, ആത്മരക്ഷ പ്രാപിപ്പാൻ ഒരുക്കപ്പെടത്തക്കവണ്ണം നാം നടത്തപ്പെടുവാൻ നമുക്കിടയാകുന്നത്. ആകയാൽ ആ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കത്തക്കവണ്ണം നാം നമ്മെ തന്നെ കണ്ടുണർന്നുകൊണ്ട് ആ ശ്രേഷ്ഠത പ്രാപിക്കേണ്ടതിന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ, നാം ദൈവമക്കൾ എന്നൊരനുഭവത്തെ ഉറയ്ക്കുവാൻ നമുക്കിടയാകണം. ദൈവമക്കൾ എന്ന ഒരു ഉറപ്പോട് നാം കാണപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ആ ശ്രേഷ്ഠത അനുഭവം പ്രാപിപ്പാൻ നമുക്ക് ഇടയാകയുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ളതായ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലെങ്കിൽ നാം ദൈവമക്കളാണെന്നുള്ള ആ പൂർണ്ണമായ ബോധ്യതയോട് ജീവിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ രക്ഷ പ്രാപിപ്പാൻ, നിത്യരക്ഷ പ്രാപിപ്പാൻ, അഥവാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകത്തുള്ളൂ. ആകയാൽ നമ്മുടെ പൂർവസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്കൊരു ഉത്തരമുണ്ട്. എന്താണ്? നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് നമ്മുടെ പൂർവസ്ഥിതിയായി നമുക്ക് ഉണരുവാൻ ഇടയാകുന്നത്. ആ ബോധ്യതയോടെ, ആ വിശ്വാസത്തോടെ വേണം നാം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ. എന്നാൽ നാം വായിച്ച കുറുവാക്യത്തിൽ നാം കണ്ടൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ പൂർവസ്ഥിതി അല്പമായി തോന്നും. ഏത് വെച്ച് നോക്കുമ്പോഴാണ്? അന്ത്യസ്ഥിതിയെ
വെച്ച് നോക്കുമ്പോൾ പൂർവസ്ഥിതി അല്പമായി തോന്നുവാനിടയാകുമെന്നാണ്. ലോകത്തിൽ ഏതുമില്ലാത്ത നമ്മെ ദൈവമക്കളെന്ന ഉന്നതമായ ശ്രേഷ്ഠമേറിയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നാം അത്യുന്നതന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടത്തക്കവണ്ണം ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിട്ട് നമ്മുടെ ആ സ്ഥിതിയെക്കുറിച്ച്, ആ പൂർവ്വസ്ഥിതിയെക്കുറിച്ച് വചനം പറയുന്നത് എന്താണ്? അത് അല്പമായി തോന്നുമെന്നാണ്. ഇന്ന് നമുക്ക് അല്പമായി തോന്നുന്ന അവസ്ഥയാണ് അല്ലേ? കാരണം നമുക്കതിൻ്റെ വില അറിയത്തില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാധാന്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമുക്കത് ഏതുമായി തോന്നേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ദൈവസന്നിധിയിൽ നാം പ്രാപിപ്പാൻ പോകുന്ന അനുഭവത്തിന്റെ വിശേഷത ഉണരുമ്പോഴാണ് ഇതേതുമില്ല എന്ന് നാം ചിന്തിക്കേണ്ടതായി വരുന്നത്. അല്ലെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ എന്നുള്ള ആ ശ്രേഷ്ഠമേറിയ ഉന്നതമായ പദവി ഏതുമില്ലാത്തതായി തീരുവാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഇനി നാം പ്രാപിപ്പാൻ പോകുന്ന നമ്മുടെ അന്ത്യസ്ഥിതിയുടെ വിശേഷതയാണ്, ശ്രേഷ്ഠതയാണ് നമ്മെ ആ അനുഭവത്തെ ഓർപ്പിപ്പിക്കുവാൻ കാരണമായി തീരുന്നത്. അത് നമുക്ക് മറ്റൊരു നിലയിൽ ഉണരുവാനിടയാകുന്ന നെഹമ്യാവിന്റെ പുസ്തകത്തിലാണോ അത് എസ്രായുടെ പുസ്തകത്തിലാണോ നാം വായിക്കുമ്പോൾ, ദേവാലയത്തിന്റെ പണി നടക്കുന്ന അനുഭവത്തെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, അവിടെ ദേവാലയത്തിന്റെ അടിത്തറ ഇടുന്ന കാലത്ത്, സെരൂബാബേലിന്റെ ആലയം പണിയുന്ന സമയത്ത്, ആലയത്തിന്റെ അടിത്തറ ഇടുന്ന സമയത്ത് അവിടെ കൂടപ്പെട്ടതായ വയോധികന്മാരൊക്കെയും കരയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചെറുപ്പക്കാരൊക്കെ സന്തോഷിച്ച് ഉല്ലസിച്ച് ആർപ്പിടുകയാണ്, പക്ഷേ വയോധികരൊക്കെ നിന്ന് കരയുവാനിടയാകുന്നു. അങ്ങനെ കരച്ചിലിന്റെയും സന്തോഷത്തിന്റെയും മിശ്രിതമായ ഒരു ശബ്ദമാണ് ഉയർന്നു കേൾപ്പാനിടയായത്. അപ്പോൾ പ്രവാചകൻ അവരോട് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ആലയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഏതുമില്ലാത്തതായി തോന്നുന്നുവോ എന്ന് ചോദിച്ചിട്ട്, അവരുടെ കാഴ്ചയിൽ അത് ഏതുമില്ലാത്തതായിരിക്കെ അത് ഏതുമില്ലാത്തതായി തോന്നുന്നുവോ എന്ന് ചോദിച്ചിട്ട് അവരോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഈ ആലയത്തിന്റെ പിന്നത്തെ സ്ഥിതി ശ്രേഷ്ഠമായിരിക്കും എന്ന് പറവാൻ ഇടയാകുന്നു. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളിൽ ഈ ആലയത്തിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? അവിടെ ആദ്യ സ്ഥിതി കണ്ടവരെ ഓർപ്പിച്ചുകൊണ്ടാണ് എന്തു പറയുന്നത്? ഇപ്പോഴത്തെ സ്ഥിതി ഏതുമില്ലാത്തതായി തോന്നുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നാം ഒന്നുണരണം. ദൈവം നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ അനുഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും തന്നെ പോലെ ഒരു മനുഷ്യനായിട്ടാണ് നമ്മെ സൃഷ്ടിപ്പാനിടയായത്. തന്നെ പോലെ തന്നെയാണ് നമ്മെ സൃഷ്ടിപ്പാനിടയായത്. ആ ശ്രേഷ്ഠതയെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുമെങ്കിലാണ് ഇപ്പോഴത്തെ ആലയത്തിൻ്റെ അവസ്ഥ അവർക്ക് പരിതാപകരമായി തോന്നുവാൻ കാരണമായത്. ശലോമോന്റെ ആലയത്തിന്റെ മനോഹാരിത കണ്ട പിതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മനോഹരമായ ശലോമോന്റെ ആലയത്തിന്റെ ശ്രേഷ്ഠത കണ്ടിട്ട് ഇപ്പോൾ തറക്കല്ലിടുന്ന ഈ സെരൂബാബേലിന്റെ ആലയത്തിന്റെ അവസ്ഥ അവർക്ക് വിശേഷപ്പെട്ടതായി തോന്നാതെ അത് ഏതുമില്ലാത്തതുപോലെ തോന്നുവാൻ കാരണം ആ മുൻപിലത്തെ ആലയത്തിന്റെ വിശേഷത കണ്ടതുകൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് നമുക്ക് ഇന്ന് നാം ആയിരിക്കുന്ന അനുഭവത്തെ നമുക്ക് ഏതുമില്ലാത്തതായി തോന്നുവാൻ ഇടയാകേണ്ടത്. കാരണം നാം ആയിരുന്ന നമ്മുടെ ജീവിതാനുഭവത്തെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ പഠിക്കുമ്പോൾ സകല ആത്മീക അനുഭവങ്ങളാലും ശ്രേഷ്ഠത നിറഞ്ഞവരായി, എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തപ്പെട്ടവനായിട്ടാണ്, ദൈവികമായ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉള്ളവനായി, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ചയുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നാം ശ്രദ്ധിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവിക അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, ആത്മീക അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, തേജസ്സും മറ്റനുഭവങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടവരായി നാം കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ദൈവികമായ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്ന് അല്പമായി ഒന്ന്
രക്ഷപ്പെട്ടു എന്നുള്ള അനുഭവത്തിൽ കാണപ്പെടുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠത പറവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് നാം ഒന്ന് ഉണരുവാൻ നമുക്കിടയാകണം. നമ്മുടെ ജീവിതത്തിൽ മുൻകാലത്ത് നാം ആയിരുന്ന നമ്മുടെ കർത്താവിനോട് അനുരൂപരായി, ആ ദൈവിക ശ്രേഷ്ഠതയിൽ തേജസ്സുള്ളവരായി, സൽഗുണപൂർണരായി വിശേഷപ്പെട്ട എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉള്ളവരായി നാം ദൈവത്തോടു കൂടെ കാണപ്പെട്ടിരുന്ന ആദ്യകാല അനുഭവങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് നാം ദൈവമക്കളായി തീർന്നു എന്ന് പറയുന്ന അനുഭവം നമുക്ക് വലിയ വിശേഷതയുള്ളതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്നത്തെ അതിശ്രേഷ്ഠമായ അനുഭവത്തിൽ നിന്ന് ഇന്ന് നാം ഒരു ശ്രേഷ്ഠതയിലേക്ക് വന്നു എന്നേ പറയാൻ നമുക്കുള്ളൂ. എന്നാൽ ഈ ശ്രേഷ്ഠത നാം ഇന്ന് അനുഭവിക്കുമ്പോൾ ആ ശ്രേഷ്ഠതയെ നാം ത്യജിക്കുന്നവരാകരുത്, തള്ളിക്കളയുന്നവരാകരുത്. ഇന്നൊരു ശ്രേഷ്ഠത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അന്ത്യസ്ഥിതി എന്താകുമെന്നാണ്? അതിമഹത്വമായി തീരുവാൻ ഇടയാകുമെന്നാണ്. അതാണ് നാം ആ ദേവാലയത്തെ കുറിച്ചും വായിക്കുന്നത്. ശലോമോന്റെ ദേവാലയം അതിമനോഹരമായി ഏറ്റവും ശ്രേഷ്ഠമായി ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ അത് ഇടിക്കപ്പെട്ടു. ഇപ്പോൾ സെരുബ്ബാബേലിന്റെ ആലയം ഏതുമില്ലാത്തതായി കാണപ്പെടുന്ന ഒരു അവസ്ഥയിലാണെന്നാൽ ദൈവം പറയുന്നത് എന്താണ്? അവിടെ വ്യക്തമായി പറയുന്നു, ഈ ആലയത്തിന്റെ പിന്നത്തെ സ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് പറവാനിടയാകുന്നു. ഗായി പ്രവചനം 2:9. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുൻപിലത്തേതിലും വലുതായിരിക്കും എന്ന് പറവാനിടയാകുന്നു. അല്ലെ, അവിടെ പിൻപിലത്തെ മഹത്വം മുൻപിലത്തേതിലും വലുതായിരിക്കും എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ആ പിന്നിലത്തെ മഹത്വവും മുന്നിലത്തെ മഹത്വം, അല്ലെങ്കിൽ ശലോമോന്റെ ആലയത്തെ കണ്ട അനുഭവം ഇനി വരുവാൻ പോകുന്ന ആലയത്തിന്റെ അനുഭവവും ഓർക്കുമ്പോഴാണ് ഈ ആലയം ഏതുമില്ല എന്നവർക്ക് തോന്നുവാനിടയാകുന്നത്. അത് തന്നെയാണ് ദൈവം അവരെ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതുമില്ലാത്തതായി തോന്നുന്നുവോ എന്നവരെ ഓർപ്പിക്കുവാനിടയാകുന്നത്. ദൈവമക്കളെ, നമ്മുടെ ആ ആദ്യ അനുഭവത്തിൽ നാം ആയിരുന്ന നമ്മുടെ ജീവിതാവസ്ഥയെ ഓർത്തിട്ട് ഇനിയും നാം പ്രാപിപ്പാൻ പോകുന്ന അനുഭവത്തെ ഓർക്കുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ ഏതുമില്ലാത്തതാണെന്ന് തന്നെ സമ്മതിപ്പാൻ നമുക്കിടയാകണം. മറ്റൊന്നിനുമല്ല, നമുക്ക് നമ്മിൽ തന്നെ പ്രശംസിക്കാതിരിക്കേണ്ടതിന്, നമ്മിൽ തന്നെ പുകഴുവാൻ ഇടയാകാതിരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ മിടുക്കോ, നമ്മുടെ കഴിവോ, നമ്മുടെ ശ്രേഷ്ഠതയോ, നമ്മുടെ കുലമഹിമയോ നമ്മുടേതായതൊന്നുമല്ല, വിശ്വാസത്താൽ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് ഈ രക്ഷ തന്നു എന്നേ ഉള്ളൂ എന്ന്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് ഇടയാക്കിയെന്നേ ഉള്ളൂ. ആകയാൽ ഇന്ന് നാം അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നു, മകളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രശംസിപ്പാനോ പുകഴുവാനോ ഒന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ ദയ മാത്രമാണ്, ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. എത്രയോ പ്രിയപ്പെട്ടവരാണ് ഈ അനുഭവം പ്രാപിപ്പാൻ കഴിവില്ലാതെ, ഈ അവസ്ഥ പ്രാപിപ്പാൻ കഴിവില്ലാത്തവരായി ലോകത്തിൽ കാണപ്പെടുമ്പോൾ ഏഴയും പുഴുക്കളുമായി ഏതുമില്ലാത്ത നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചിട്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നത് നിമിത്തം ഈ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ഈ അതിശ്രേഷ്ഠമായ അനുഭവത്തെ തരുവാൻ ഇടയായി എന്നുള്ളതാണ് സത്യം. ഈ അതിശ്രേഷ്ഠമായ അനുഭവത്തെ നാം ഇപ്പോൾ ഏതുമില്ലാത്തതായി കാണേണ്ടത് നാം പ്രാപിപ്പാൻ പോകുന്ന അനുഭവത്തെ ഓർത്തുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഈ അനുഭവമായിരിക്കുന്നത് എനിക്ക് ഏതുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയിലേക്ക് നാം ജീവിച്ചാൽ ദൈവമക്കളെ, തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത്ര വലിയ രക്ഷ എന്നൊരനുഭവം, ഇത്ര വലിയ രക്ഷ. ഇബ്രായ ലേഖനം 2:4 ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് നാം വായിക്കുന്നു. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് നാം നമ്മിൽ തന്നെ പുകഴുവാനോ പ്രശംസിപ്പാനോ ഇടയാകാതെ വണ്ണം വിശ്വാസത്താൽ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് രക്ഷ തന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ രക്ഷയെ നാം എന്ത് ചെയ്യരുതെന്നാണ്? അഗണ്യമാക്കരുത് എന്ന് പറയുന്നു. ഇത് നമുക്ക് ഏതുമില്ലാത്തതായി തോന്നരുത്. നാം ഇതിനെ നിസ്സാരമായി കാണരുത്. ഇതിനെ അലക്ഷ്യമാക്കി കളവാൻ നമുക്കിടയാകരുത്. ഇന്ന് നാം ആയിരിക്കുന്നത് അത്യുന്നത
അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന അതിശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലാണെന്നൊന്ന് ഉണർന്ന ബോധ്യതയോട് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. യേശാവിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് ദാനമായി കൊടുത്തൊരു നല്ല ദാനമാണ് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്. ആ ജ്യേഷ്ഠാവകാശം ദൈവത്താൽ ദാനമായി തന്നെ പ്രാപിപ്പാൻ ഇടയായ യേശാവിനെ കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു ഊണിനവൻ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനായിട്ട്, അതിനെ തള്ളിക്കളഞ്ഞവനായിട്ട് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നുണ്ട്. അവിടെ അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കുവാൻ ഇടയായത് നിമിത്തം പിന്നീടുള്ള അനുഭവം നമുക്കറിയാം. വീണ്ടും അനുഗ്രഹത്തിന് അവൻ നിലവിളിച്ചു എങ്കിലും അവന് മാനസാന്തരത്തിന് ഇട കിട്ടാതെ അവൻ തള്ളപ്പെടുവാൻ ഇടയായി എന്നാണ് ഉൽപ്പത്തി പുസ്തകം 25:34. ഇങ്ങനെ ജ്യേഷ്ഠാവകാശത്തെ യേശാവ് അലക്ഷ്യമാക്കി കളഞ്ഞ അനുഭവത്തെ നാം ഇവിടെ വായിപ്പാനിടയാകുന്നു. ദൈവസന്നിധിയിൽ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി, അഥവാ നാം ആയിരിക്കുന്ന രക്ഷിക്കപ്പെട്ട അനുഭവത്തെ നാം അലക്ഷ്യമാക്കി ജീവിക്കുന്നെങ്കിൽ പിന്നീട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? മാനസാന്തരത്തിന് ഇടകിട്ടാതെ തള്ളപ്പെടുവാൻ ഇടയാകുമെന്നുള്ളതാണ്. ആകയാൽ ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ പദവിയെ, ഈ ഉന്നതമായ നിലയെ നാം സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ അനുഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ നാം പ്രാപിക്കേണ്ടതായ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുവാൻ നമുക്കിടയാകണം. കെരൂബുകളെ കുറിച്ചാണോ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, അവർ തങ്ങളുടെ നിലയെ സൂക്ഷിക്കാതെ പോയി എന്നാണ്. യൂദായുടെ പുസ്തകത്തിലാണ് വായിക്കുമ്പോൾ തങ്ങളുടെ നിലയെ സൂക്ഷിക്കാതെ നഷ്ടപ്പെട്ടു പോയതായ ദൈവദൂതന്മാരെ കുറിച്ച് നമുക്കവിടെ കാണുവാനിടയാകും. യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാഴ്ചയെ നാം കാത്തുകൊള്ളാത്തവരായി മാറുമ്പോൾ നാം ചങ്ങലയിട്ട് സൂക്ഷിക്കപ്പെടത്തക്കവണ്ണം അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് നടത്തപ്പെടും നരകത്തിന് യോഗ്യരായി തീരുമെന്ന് നാം ചിന്തിച്ച് ഉണരേണ്ടിയിരിക്കുന്നു. ആകയാൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നാം ഉണരേണ്ടത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സ്വർഗീയമായ ഉന്നതമായ ആത്മീകമായ ഒരു വിശേഷതയെ നാം അതിനെ മുഖ്യത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്കിടയാകണം. നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള നല്ല ബോധ്യതയോടെയും നിശ്ചയത്തോടെയും ദൈവമക്കളെ നാം ജീവിപ്പാൻ നമുക്കിടയാകണം. അങ്ങനെ ഒരു ബോധ്യതയോടെ നാം നമ്മുടെ ജീവിതം ചെയ്യുമ്പോൾ തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദ്യസ്ഥിതി അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അതിൻ്റെ അന്ത്യസ്ഥിതി എന്താകുമെന്നാണ് അവിടെ പറയുന്നത്. ദൈവവചനത്തിൽ അത് അതിശ്രേഷ്ഠമായി തീരുമെന്ന് പറയുന്നു. അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. അന്ത്യസ്ഥിതി അതിമഹത്തായ ഒരു അനുഭവത്തിലേക്ക് നാം നടത്തപ്പെടുവാനിടയാകുന്ന അനുഭവം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ അന്ത്യസ്ഥിതിയെക്കുറിച്ച് നാം ഒന്ന് ഉണരുവാനിടയാകണം, ചിന്തിപ്പാനിടയാകണം. എന്താണ് നമ്മുടെ അന്ത്യസ്ഥിതി, അല്ലെങ്കിൽ എന്താണ് നാം പ്രാപിപ്പാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്? ഓരോരുത്തരും ഓരോരോ കാഴ്ചപ്പാടിലും ഓരോരോ ചിന്താഗതിയിലും താല്പര്യങ്ങളിലും ഒക്കെ ജീവിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. ഒരു കൂട്ടർ പറയും, എനിക്ക് സ്വർഗത്തിൻ്റെ ഒരു മൂല കിട്ടിയാൽ മതി എന്ന് പറയും. മറ്റൊരു കൂട്ടർ സങ്കീർത്തനക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി നിന്നാലും മതി എന്ന് പറയും. ഇങ്ങനെ പല നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് 30 മേനിയുടെ അനുഭവം മതി, എനിക്ക് 60 മേനിയെ ഒക്കത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് 60 മേനിയുടെ പ്രതിഫലം മതി എന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ നാം പഠിച്ചിരിക്കുന്ന ഉപദേശങ്ങൾക്ക് ഏറ്റവണ്ണം പുതിയ ഭൂമിയായാലും മതിയല്ല, പുതിയ ആകാശം കിട്ടുന്നെങ്കിൽ സന്തോഷം, ഈ പുതിയ യെരൂശലേം ഒന്നും കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന വിവിധങ്ങളായ അനുഭവത്തിലായിരിക്കാം നാം ഓരോരുത്തരും മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഒറ്റ വാക്കിൽ നാം പ്രാപിക്കേണ്ട അനുഭവം എന്താണെന്നുള്ളത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് ഉണരുവാനിടയാകും. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ കർത്താവ് സുവിശേഷ ഘോഷണത്താൽ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് എന്ന് നമുക്ക് വായിപ്പാനിടയാകുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ-14-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ
രക്ഷയ്ക്ക് വിളിച്ചത്. ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാണെന്നൊരു ബോധ്യത ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകട്ടെ. നാം ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിക്കേണ്ടവരാണ്. അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിലപ്പുറമായി അഥവാ അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ടല്ല, അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ ഇടയാകണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ സന്തോഷത്തോടെ പറയുന്ന അത്യുത്തമമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ വായിപ്പാൻ കഴിയും. എന്താണ് താൻ പറയുന്നത്? തൻ്റെ ജീവിതത്തിൽ താൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അത്യുത്തമമായ അനുഭവമാണെന്ന് പറയുന്നു. ഉത്തമമായ അനുഭവം എന്നല്ല, പിന്നെയോ അത്യുത്തമമായ അനുഭവമെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അത്യുത്തമമായ അനുഭവം. ഈ അത്യുത്തമമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ. ഫിലിപ്പിയർ ലേഖനം 1:23, ഫിലിപ്പിയർ 1:23. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ശ്രദ്ധിക്കണേ, അത്യുത്തമമായ ഒരു അനുഭവം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കായി ദൈവം വെച്ചിരിക്കുന്നതവ നാം പ്രാപിക്കേണ്ടതായ അനുഭവം എന്ന് പറയുന്നത്, ഈ ലോക ജീവിതം വിട്ട് നാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, നിത്യതയ്ക്കായി നാം മാറ്റപ്പെടുമ്പോൾ നാം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഇടയാകുന്ന ഒരനുഭവം, കർത്താവിനോട് കൂടെ ഇരിപ്പാൻ നമുക്കിടയാകുന്ന ഒരനുഭവം, അതാണ് അത്യുത്തമമായതായി നമുക്ക് ഉണരുവാനിടയാകുന്നത്. ഈ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ നാം അതിനെ ഒന്നുകൂടെ ആഴമായി അല്ലെങ്കിൽ വ്യക്തതയോടെ ശ്രദ്ധിപ്പാനിടയാകണം. കർത്താവിനോട് കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ജയിക്കുന്നവൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ ഞാൻ വരം നൽകുമെന്ന് പറയുന്ന ഒരനുഭവം. കർത്താവിനോട് കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ജയം പ്രാപിച്ചവരായി കർത്താവിൻ്റെ സിംഹാസനത്തിൽ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഇടയാകണം. യേശു പറയുന്ന മറ്റൊരു അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 3:21 വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ അഥവാ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ ഇടയാകുന്ന ഒരനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായ കാര്യം. അത് അത്യുത്തമമായ അനുഭവമാണെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ഇങ്ങനെ അത്യുത്തമമായ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്, അഥവാ ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന ബോധ്യതയോടെയാണോ ദൈവമക്കളെ നാം ജീവിക്കുന്നത്? ഏതുമില്ലാത്തവരായി ഒന്നിനും കൊള്ളരുതാത്തവരെന്നോ ചിന്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ശ്രേഷ്ഠത അറിയുവാൻ കഴിവില്ലാതെ നാം മുൻപോട്ട് പോകുന്നെങ്കിൽ ഉണരണം. ഇന്ന് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്കാണെന്നാൽ നാം നാളെ പ്രാപിപ്പാൻ പോകുന്നത് കർത്താവിനോട് കൂടെ അവകാശം പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ സിംഹാസനസ്ഥരായി ഇരിക്കുവാനാണ് നമുക്കിടയാകുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണെന്ന് പറയുന്നു. ക്രിസ്തുവിനോട് കൂടെ അവകാശം പ്രാപിച്ച് ക്രിസ്തു ഇരിക്കുന്നിടത്ത് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാനായി വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ അനുഭവമായി കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ കർത്താവ് ഇരിക്കുന്നിടത്ത് കർത്താവിനോട് കൂടെ ഇരിപ്പാനാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ
ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മെയും ഇരുത്തുവാൻ പിന്നെയും വന്ന് തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ ഇടയാകുമെന്ന്. ആകയാൽ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകത്തക്കവണ്ണം നാം എടുത്തുകൊള്ളപ്പെട്ടവരായി യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം കർത്താവിനെ താനിരിക്കും പോലെ തന്നെ കാണുന്നവരായി തീർന്നിട്ട് കർത്താവിനോട് സദൃശ്യരായി തീർന്ന ശേഷം കർത്താവ് താനിരിക്കുന്നിടത്ത് നമ്മെയും ഇരുത്തുവാൻ ഇടയാകുന്ന ഒരനുഭവം, അതാണ് നാം പ്രാപിപ്പാൻ പോകുന്ന അത്യുത്തമമായ അനുഭവം എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ഈ അത്യുത്തമമായ അനുഭവത്തെ ആഗ്രഹിക്കുന്നവരാണോ നാം, അതോ ഈ ലോകത്തിലെ ഭൗതികമായ താൽക്കാലികമായ ക്ഷണികമായതിൻ്റെ പിന്നാലെ ജീവിച്ച് ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്നവരായി കാണപ്പെടുന്നവരാണോ? അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയാനത്തിൽ നമ്മോട് പറയുന്ന 1-2 വാക്യങ്ങളുണ്ട്. എന്താണ്? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഈ ലോകത്തിലുള്ളതൊക്കെയും താൻ ചപ്പെന്നും ചവറെന്നും കുപ്പയെന്നുമൊക്കെ എണ്ണുന്നു എന്ന് താൻ പറയുന്നു. മറ്റൊരു ഭാഗത്ത് താൻ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ്? പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനാഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറവാനിടയാകുന്നു. നമ്മുടെ ക്രിസ്തീയ ദൈവമക്കളെ, നാം ഏതുമില്ലാത്തവരെന്ന് കണ്ട് നമ്മളെ പ്രാപിപ്പാൻ പോകുന്ന നമ്മുടെ അനുഭവത്തെ നാം നിസ്സാരമാക്കി തള്ളിക്കളയരുത്. അത് അത്യുത്തമമായ ഏറ്റവും വിശേഷപ്പെട്ട അനുഭവമാണ്. അത് നമ്മുടെ കർത്താവിനോട് കൂടെ നാം ആയിരിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തെ നാം നിസ്സാരമെന്ന് കാണരുത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? ഈ ക്ഷണികമായ, ഈ താൽക്കാലികമായ, ഈ വ്യർത്ഥമായ ലൗകികമായതിൻ്റെ പിന്നാലെ പോയി മണ്ണെ പ്രതി മാണിക്യം വെടിയുന്നവരായി തീരാതെ ആ മാണിക്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട്, ആ പ്രാപിക്കേണ്ട ശ്രേഷ്ഠതയെ മുൻപിൽ കണ്ടുകൊണ്ട് ആ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാനിടയാകട്ടെ. ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യേശു പറയുമ്പോൾ അവനൊരു വിലയേറിയ മുത്ത് കണ്ടിട്ട് സന്തോഷത്താൽ പോയി തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വിലയേറിയ മുത്ത് വാങ്ങി എന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ കാണിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവമായി നാം പ്രാപിപ്പാൻ പോകുന്ന അത്യുത്തമമായത് അതിവിലയേറിയതാണ്, അതിശ്രേഷ്ഠമാണ്. ആകയാൽ ദൈവമക്കളെ, ആ മാണിക്യത്തെ ഓർക്കാതെ മണ്ണെ പ്രതി ഈ മാണിക്യം വിട്ടുകളവാൻ നമുക്കിടയാകരുത്. പകരം നമുക്കുള്ളതെല്ലാം പോയാലും അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് എന്താണ്? എൻ്റെ പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം നാം ലോകത്തിൻ്റെതൊക്കെ ചപ്പെന്നും കുപ്പയെന്നും എണ്ണിക്കൊണ്ട് ആ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ്. ആ ഒരനുഭവത്തോടെ നാം ജീവിക്കുമെങ്കിൽ, ആ ശ്രേഷ്ഠത ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഉത്സാഹത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ശ്രേഷ്ഠമേറിയത് പ്രാപിപ്പാൻ നമുക്കിടയാകും. ആ അത്യുത്തമമായത്, അതിശ്രേഷ്ഠമായത് നമ്മുടെ സ്വന്തമായി തീരുവാനിടയാകും. നാം നമ്മുടെ കർത്താവിനോട് കൂടെ ദൈവസിംഹാസനത്തിൽ കാണപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവം. അതിൻ്റെ മറ്റൊരു അനുഭവമാണ് നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയും. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന്. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയപ്പോൾ അവൾക്ക് ലഭ്യമാകുന്ന അനുഭവം എന്താണ്? കുഞ്ഞാടിൻ്റെ കല്യാണ നാളിൽ കർത്താവിൻ്റെ മണവാട്ടിയായി നിൽക്കുവാൻ ഇടയാകുമെന്ന്. ഈ നാളുകളിൽ ദൈവമക്കളെ, നാം നമ്മെ തന്നെ ഒന്ന് കണ്ടുണർന്ന് നാം പ്രാപിക്കുവാൻ പോകേണ്ട അനുഭവത്തെ ഗ്രഹിച്ചുണർന്ന് അത് പ്രാപിപ്പാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ, അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കുന്നവരായി തീരുവാനിടയാകുമെങ്കിൽ തീർച്ചയായിട്ടും ആ അതിമഹത്തായത്, അതിശ്രേഷ്ഠമായത് നമുക്ക് പ്രാപിപ്പാനിടയാകും. അതിൻ്റെ താഴെ നാം വായിക്കുന്നുണ്ട്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു എന്നാണ്. വിശേഷ വസ്ത്രം, അതെ, വിലയേറിയവരായി, വിശേഷപ്പെട്ടവരായി, അത്യുത്തമമായ അതിശ്രേഷ്ഠമായ അനുഭവത്തെ പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ കാന്തയായി, കർത്താവിൻ്റെ മണവാട്ടിയായി ദൈവസിംഹാസനത്തിൽ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ ഇടയാകുന്ന അതിശ്രേഷ്ഠമേറിയ അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യസ്ഥിതി എന്ന് പറയുന്നത്. ആ അന്ത്യസ്ഥിതിയെ നാം ഉണരണമെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിപ്പാൻ നമുക്കിടയാകണം. നിന്റെ അന്ത്യസ്ഥിതി എന്തായിത്തീരുമെന്നാണ്?
അതിമഹത്തായി തീരുമെന്ന്, അതിമഹത്തായി തീരുവാനിടയാകുമെന്ന്. അന്ത്യസ്ഥിതി അതിമഹത്തായ അനുഭവമായി മാറുവാനിടയാകും. അപ്പസ്തോലനായ പത്രോസ് ദൈവശബ്ദം കേട്ട അനുഭവത്തെക്കുറിച്ച് രൂപാന്തരമലയിൽ കർത്താവ് രൂപാന്തരപ്പെട്ടവനായി കാണപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഈ ശബ്ദം കേട്ട അനുഭവത്തെ പത്രോസ് അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ താൻ പറയുന്നൊരു വാക്കുണ്ടെന്താണ്? അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ദൈവശബ്ദം കേട്ടു എന്നാണ്. താൻ കേട്ട ദൈവ സാന്നിധ്യത്തെ, ആ ദൈവത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് താൻ പറയുന്നത് എന്താണ്? അതിശ്രേഷ്ഠ തേജസ് എന്നാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ, അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നാണ് ആ ശബ്ദം വന്നതെന്നല്ലെങ്കിൽ ദൈവം ആയിരിക്കുന്ന ആ ദൈവിക അനുഭവത്തെക്കുറിച്ച് അതിശ്രേഷ്ഠമായ അനുഭവം എന്ന് പറവാനിടയാകുന്നു. നമ്മുടെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതിയോ അതിമഹത്തായിരിക്കും, അല്ലെങ്കിൽ അതി തേജസ്സേറിയ അനുഭവമായി മാറുവാൻ ഇടയാകുമെന്നാണ് നാം മുമ്പേ വായിച്ച വാക്യം. തെസ്സലോനിക്കത്തിൽ നാം വായിച്ചു എന്താണ്? ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം എന്ന്. ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ തേജസ് പ്രാപിച്ച്, ദൈവികമായ തേജസ്സിൻ്റെ ശ്രേഷ്ഠത പ്രാപിച്ച് കർത്താവിനോട് കൂട്ടവകാശികളായി, കർത്താവിനോട് കൂടെ നിത്യതയിൽ നിത്യനിത്യമായി സിംഹാസനത്തിലിരുന്ന് വാണരുളുവാൻ. അഥവാ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശു പറയുന്ന വാക്ക്, ഞാൻ കൽപ്പിച്ചവകളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരായിരിക്കുന്നവർക്ക് പിതാവ് എനിക്ക് നൽകിയതുപോലെ ഞാൻ അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞ് യേശു അധികാരമുള്ളവനായി സിംഹാസനത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ നാമും അധികാരമുള്ളവരായി, കർത്താവിൽ നിന്ന് അധികാരം പ്രാപിച്ചുകൊണ്ട് അധികാരമുള്ളവരായി കർത്താവിനോട് കൂടെ തേജോപൂർണരായി കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ ഇടയാകും. ഇതാണ് നമ്മുടെ അന്ത്യസ്ഥിതി എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് നാം ദൈവമക്കളെന്ന് സന്തോഷിച്ച് പ്രശംസിച്ച് പുകഴ്ന്ന് ജീവിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് വിശേഷത ഒന്നും പറവാനില്ല. കാരണം നാം ശേഷം മനുഷ്യരെ പോലെയാണ്, മനുഷ്യരുടെ മുൻപാകെ അല്ലെങ്കിൽ നമുക്കും ആ നിലയിലാണ് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഓർക്കണം, നമ്മെ ദൈവം കൊണ്ടുവന്നത്, ഈ ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് നാം പുത്രത്വം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് കൂടെ അവകാശം പ്രാപിച്ച് കർത്താവിനോടുകൂടെ നിത്യതയിൽ നിത്യനിത്യമായി വാഴുവാൻ ആണെന്നുള്ളത് കൊണ്ട് ഈ അക്ഷരീക ജീവിതത്തിൽ നമ്മുടെ വിലയും നിലയും അറിയാത്തവരായി ജീവിക്കാതെ നമ്മുടെ വിലയ്ക്കും നിലയ്ക്കും ഏറ്റവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ അതിശ്രേഷ്ഠമായത് പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിപ്പാനിടയാകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ എന്നാണ്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുന്നവർക്ക് തിരുവെഴുത്ത് നൽകുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നു. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുന്നവരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ശ്രേഷ്ഠരായി ദൈവമക്കൾ എന്ന ശ്രേഷ്ഠതയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ശ്രേഷ്ഠതയ്ക്കേറ്റവണ്ണം ജീവിപ്പാൻ ഉത്സാഹിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏതുമില്ലാത്തതുപോലെ തോന്നാതെ നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടത്തക്കവണ്ണം ഒരു ഉന്നത പദവി ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തെ വ്യക്തതയോടെ ആഗ്രഹിച്ചുകൊണ്ട് ആ ശ്രേഷ്ഠമേറിയ പദവിക്ക് ഏറ്റവണ്ണം ഒരു ഉന്നത ജീവിതം ചെയ്യുവാൻ നമുക്കിടയാകുമെങ്കിൽ ദൈവം നമുക്ക് അതിശ്രേഷ്ഠമായ മാർഗത്തെ കാണിച്ചു തരുവാനിടയാകും. അഥവാ ദൈവം നമ്മെ ഓരോ നാളും അതിശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ നടത്തുവാനിടയാകും. എന്തിനാണ് നടത്തുന്നത്? ഈ അതിശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരുന്നത് എന്തിനാണ്? അവസാന അന്ത്യസ്ഥിതി എന്താകണം?
മഹത്തായി തീരണം. അതിമഹത്തായ അനുഭവത്തിലേക്ക് ചെന്ന് ചേരുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഭാഗ്യമാണ്. ദൈവമക്കളെ, നാം ആ അതിശ്രേഷ്ഠമായ മാർഗം കണ്ടെത്തി ആ മാർഗത്തിലൂടെ മുൻപോട്ട് പോയി ആ ശ്രേഷ്ഠമായത്, അതിശ്രേഷ്ഠമായത്, അത്യുത്തമമായത്, അത്യുന്നതമായത് പ്രാപിപ്പാൻ നമുക്കിടയാകുമെന്നുള്ള അനുഭവം. ആകയാൽ നാം ശ്രേഷ്ഠമായതിനെപ്പോഴും വാഞ്ചിക്കുന്നവരാകട്ടെ, ശ്രേഷ്ഠമായതിനെപ്പോഴും താല്പര്യപ്പെടുന്നവരാകട്ടെ. ദൈവം നമുക്ക് തന്ന ശ്രേഷ്ഠതയെ നാം മുറുകെ പിടിക്കുന്നവരാകുവാൻ നമുക്കിടയാകട്ടെ. ആ ശ്രേഷ്ഠതയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി മാറുമെങ്കിൽ ദൈവം നമുക്ക് അതിശ്രേഷ്ഠമായത് കാണിച്ചു തന്ന് ആ അത്യുത്തമമായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കി നമ്മെ അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ കർത്താവിനോടുകൂടെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിന് യോഗ്യരായി നല്ലൊരവസാനം പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ. ആദ്യേക്കാൾ അവസാനം നല്ലതായിരിക്കാനിടയാകണം, അത് അത്യുത്തമമായിരിക്കാനിടയാകണം, അത് അതിശ്രേഷ്ഠമായിരിക്കാനിടയാകണം. കണ്ണുകളടയ്ക്കാം. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിടയാകട്ടെ. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമേറിയ ഒരു സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അതിശ്രേഷ്ഠമേറിയ അനുഭവത്തിന് യോഗ്യരാകേണ്ടതിനായി ദൈവം നമ്മെ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് നാം പ്രാപിക്കേണ്ട ദൈവിക അനുഭവങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ. നാം ശ്രേഷ്ഠമായത് വാഞ്ചിച്ച് ശ്രേഷ്ഠമേറിയ അനുഭവത്തിലൂടെ നടത്തപ്പെട്ട് അതിശ്രേഷ്ഠമായത് പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന അതിശ്രേഷ്ഠ മാർഗത്തിലൂടെ തന്നെ ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോ നാളും വഴി നടത്തി, തൻ്റെ ആലോചനയാൽ തന്നെ നടത്തി, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നാം നടക്കേണ്ടുന്ന വഴി, അതിശ്രേഷ്ഠമായ വഴി കർത്താവ് കാണിച്ചു തന്ന് നമ്മെ അതിശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കട്ടെ.